മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ്. സഹാബിയായ അബൂദർദാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് വരികയാണ്. വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഔസിനി യാ ഹബീബല്ലാഹ്, എനിക്ക് കുറച്ച് വസിയത്തുകൾ തരണം നബിയേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഉപദേശങ്ങൾ എനിക്ക് പറഞ്ഞു തരണം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന വസിയത്ത് എന്താ? ഊസീക ബി തഖ്വല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട അബൂദർറേ, നിന്നോട് ഞാൻ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു അബൂദർറേ. അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. ഏത് കാര്യം ചെയ്താലും, എവിടെ പോയാലും, എങ്ങനെ വന്നാലും, എന്ത് പറഞ്ഞാലും, എന്ത് കണ്ടാലും, എന്ത് കേട്ടാലും, എന്ത് സംസാരിച്ചാലും അല്ലാഹു കാണുന്നുണ്ട് അബൂദർറേ, അല്ലാഹു കൂടെയുണ്ട് അബൂദർറേ. അതുകൊണ്ട് മനസ്സിൻ്റെ അകത്ത് തഖ്വ വേണേ, മനസ്സിൻ്റെ അകത്ത് പടച്ചവനോടുള്ള സൂക്ഷ്മത വേണേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഇത്തഖൂ ഹുനാ ഇലാ സുദ്രിഹി സലാസ മറാ, തൻ്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇത്തഖൂ ഹുനാ, ഇത്തഖൂ ഹുനാ, ഇത്തഖൂ ഹുനാ. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഇവിടെയാണ്. ഇടതുഭാഗത്ത്, നെഞ്ചിന്റെ ഇടതുഭാഗത്ത് ഹൃദയമിരിക്കുന്ന സ്ഥലത്തേക്ക് പുന്നാര ഹബീബ് വിരൽ ചൂണ്ടുകയാണ്. എന്നിട്ട് പറഞ്ഞതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഇവിടെയാണ്. 3 പ്രാവശ്യമാണ് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞു പഠിപ്പിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, പടച്ചവനെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു അബൂദർറേ. ഇത് കേട്ടപ്പോൾ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, സിദ്നി യാ റസൂലല്ലാഹ്, എനിക്ക് കൂടുതലൊന്ന് പറഞ്ഞു തരണം നബിയേ, വീണ്ടും വീണ്ടും പറഞ്ഞു തരണം റസൂലേ, വീണ്ടും വീണ്ടും പറഞ്ഞു തരണം റസൂലേ, എനിക്ക് കേൾക്കാൻ കൊതിയാണ് നബിയേ, അങ്ങയുടെ നാവിൻ തുമ്പിൽ നിന്നും മധുരമുള്ള ഇൽമുകൾ കേൾക്കാൻ എനിക്ക് കൊതിയാണ് റസൂലേ. അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട അബൂദർറേ, അലൈക ബിതിലാവത്തിൽ ഖുർആൻ, അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നീ ഓതണേ അബൂദർറേ, അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഓതണേ അബൂദർറേ, അധികരിപ്പിക്കണേ അബൂദർറേ. ആരംഭ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇന്നഹു നൂറുൽ ലക ഫിൽ അർളി, അത് നിനക്ക് ഈ ദുനിയാവിൽ ഒരു പ്രകാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ഓതുന്ന ശീലം പതിവാക്കണമെന്ന് മുത്തു റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തീരുമാനിക്കണം ചെറുപ്പക്കാരാ, തീരുമാനിക്കണം പ്രിയപ്പെട്ടവരെ. നിന്റെ വീട്ടിൻ്റെ അലമാരയുടെ മുകൾ ഭാഗത്ത് ചിലന്തിയും പൊടിയും അടിച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഒന്നെടുക്കണേ പ്രിയപ്പെട്ടവരെ. ആ പരിശുദ്ധ ഖുർആൻ ഒന്നെടുത്തിട്ട് ഒരു ദിവസം ഒരു 10 പേജെങ്കിലും ഖുർആൻ ഓതാനുള്ള മനസ്സ് വരണേ. ആ ഖുർആൻ നിന്നെ ശപിക്കൂലേ, ആ ഖുർആൻ നിന്നെ ശപിക്കൂലേ. നാളെ ഖബറിന്റെ അകത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ അല്ലാഹുവിന്റെ മാലാഖ
മാലാകമാര് നിന്റെ ഖബറിന്റെ ഉള്ളറയിലേക്ക് വരികയാണ്. നിന്റെ ഖബറിന്റെ ഉള്ളറയിലേക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. കുറെ ചോദ്യങ്ങൾ അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ മാലാകമാര് കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാ. മർറബ്ബുക, മൻ നബിയുക, മൻ ഇമാമുക, മൻ ദീനുക. ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. എന്തു മറുപടിയാണ് പ്രിയപ്പെട്ടവരെ കൊടുക്കുന്നത്? നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ റബ്ബി അല്ലാഹുവാണ് എൻ്റെ റബ്ബെന്ന് പറയണ്ടേ. നിന്റെ ദീനേതാണെന്ന് ചോദിക്കുമ്പോൾ അൽ ഇസ്ലാമു ദീനി, ഇസ്ലാമാണ് എൻ്റെ ദീനെന്ന് പറയണ്ടേ. നിന്റെ കഅബ ഏതാണെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഖിബ്ല ഏതാണെന്ന് ചോദിക്കുമ്പോൾ വൽ കഅബത്തു ഖിബ്ലതി, എൻ്റെ ഖിബ്ല എന്ന് പറയുന്നത് കഅബയാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൽപ്പെട്ട ഒരു ചോദ്യമാണല്ലോ മന്നിമാമുക, നിന്റെ ഇമാമാരാണെന്ന് ചോദിക്കുമല്ലോ. അള്ളാഹുവിന്റെ മലക്കുകൾ ഖബറിന്റെ അകത്ത് ചോദിക്കുന്ന ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. നിന്റെ ഇമാമാരാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് പറയണ്ടേ, അവിടെ കിടന്നുകൊണ്ട് പറയണ്ടേ വൽ ഖുർആനു ഇമാമീ, എന്റെ ഇമാമു ഖുർആനാണെന്ന് പറയണ്ടേ. അങ്ങനെ നിനക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ നിനക്ക് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്നുമെന്നും ഖുർആൻ ഓതുന്നവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എടുത്തു വെച്ചിട്ട് ഒരു 10 ആയത്തെങ്കിലും ഓതുന്നവരെ, ആരംഭ റസൂല് പറയുകയാണ്, ഖുർആനെ സ്നേഹിക്കുന്നവരെ, ഖുർആനെ ഇഷ്ടപ്പെടുന്നവരെ, നിന്റെ ഖുർആൻ, നീ ഓതിയ ഖുർആനിന്റെ മഹത്വമായ മധുരമുള്ള ആയത്തുകളുണ്ടല്ലോ, അത് നിന്റെ ഖബറിന്റെ അകത്ത് നിനക്ക് വേണ്ടി സാക്ഷി നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാന്റെ റസൂല് സഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഖുർആൻ ഓതുന്ന ശീലം കൊണ്ടുവരണേ, നിന്റെ ജീവിതത്തിൽ നീ ഒരുപാട് ഖുർആൻ ഓതണേ, അത് നിനക്ക് ദുനിയാവിൽ ഒരുപാട് ഖൈറിന് കാരണമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആരംഭ റസൂല് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, വദുഖിറുൻ ലക ഫിസ് സമാ, അള്ളാന്റെ റസൂല് പറയുന്നു, ആ ഖുർആൻ ഉണ്ടല്ലോ, അത് നിനക്ക് സ്വർഗത്തിൽ ഒരു തണലാണ്, അത് സ്വർഗത്തിൽ നിനക്കൊരു നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് പെങ്ങളെ, മഗ്രിബ് നിസ്കാരം കഴിയുമ്പോൾ ആ ഖുർആൻ ഒന്ന് തുറന്നു വെച്ചിട്ട് ഒന്ന് തബാറകല്ലദീ ഓതണം പെണ്ണേ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുൽ മുൽക്ക് ആരെങ്കിലും പതിവാക്കിയാൽ അവന്റെ ഖബറിന്റെ അകത്ത് വിചാരണയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സൂറത്തുൽ വാഖിഅ, ഒരുപാട് ദാരിദ്ര്യത്തിന്റെ പരാതി പറയുന്നവരെ, കുടുംബത്തിലെ ദാരിദ്ര്യമാണ്, സന്തോഷമില്ല, ഇടങ്ങേറാണ്, മുസീബത്താണെന്ന് പരാതി പറഞ്ഞുകൊണ്ട് ഇൽമിന്റെ മജ്ലിസിലേക്ക് ദുആ എഴുതി കൊടുത്തിട്ട് ഉസ്താദുമാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നവരെ, ആ ദാരിദ്ര്യം മാറുന്നതിന് വേണ്ടിയിട്ട്, ആ ദാരിദ്ര്യം നിനക്ക് വിട്ടുമാറുന്നതിന് വേണ്ടിയിട്ട് അള്ളാന്റെ റസൂല് പറയുന്നു, സൂറത്തുൽ വാഖിഅ നിങ്ങൾ പതിവാക്കണേ. സൂറത്തുൽ വാഖിഅ ആരെങ്കിലും പതിവാക്കിയാൽ അള്ളാഹു അവനെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ ഖുർആൻ ഓതുന്ന ശീലമൊന്ന് പതിവാക്കണേ. ഒരുപാടൊന്നും ഓതണ്ട പെങ്ങളെ, ഒരുപാടൊന്നും ഓതണ്ട പെങ്ങളെ, ഒരുപാടൊന്നും ഓതണ്ട പ്രിയപ്പെട്ടവരെ. ഒരു ദിവസം കുറച്ചെങ്കിലും ആ മധുരമുള്ള ഖുർആൻ നമുക്ക് ഓതണ്ടേ? അത് നിന്റെ കൽബിന്റെയും നിന്റെ ഖബറിന്റെയും ഒരു വെളിച്ചമായി മാറുന്നതാണ്. നിങ്ങൾക്കറിയുമോ, മഹദിയായ നഫീസത്തുൽ മിസ്രിയ, മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ സ്വന്തമായിട്ട് ഖബർ കുഴിക്കുകയാണ്. തൻ്റെ മനോഹരമായ കരങ്ങൾ കൊണ്ട് സ്വന്തമായിട്ട് ഖബർ കുഴിച്ചിട്ട് ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയ പെണ്ണാണ് മഹദിയായ നഫീസത്തുൽ മിസ്രിയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോലെ മജ്ജയുള്ള, നിങ്ങളെപ്പോലെ മാംസമുള്ള, നിങ്ങളെപ്പോലെ വികാര വിചാരങ്ങൾ അല്ല കൊടുത്ത പെണ്ണാണ് മിസ്രിന്റെ മാണിക്യമേ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ സ്വന്തമായിട്ട് ഖബർ കുഴിച്ചിട്ട് ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പൊട്ടിക്കരഞ്ഞ പെണ്ണാണ്. അല്ലാഹുവേ പടച്ചവനേ, ആ ബീവിയുടെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ. അവരൊന്നും ദുനിയാവിന്റെ സുഖങ്ങൾ ആഗ്രഹിച്ചവരല്ല പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ദുനിയാവിന്റെ എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ചതാണ്. എന്തുകൊണ്ടെന്നറിയോ? അവരൊക്കെ പേടിച്ചത് എന്തിനെന്നറിയോ? വൽആഖിറതു ഖൈറും വഅബ്ഖാ. എന്നെന്നും ശേഷിക്കുന്നത് പരലോകമാണ്. ദുനിയാവ് നശിച്ചു പോകാനുള്ളതാണ്, ദുനിയാവ് നശിച്ചു പോകാനുള്ളതാണ്. ഒരു ദിവസം ദുനിയാവ് തകർന്ന് തരിപ്പണമായി പോകുമെന്നുള്ള വിശ്വാസം അവരെ കൽബിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ്. അവരൊക്കെ ആഗ്രഹിച്ചത് പരലോകത്തെയാണ്, അവരൊക്കെ സൂക്ഷിച്ചത് പരലോകത്തെയാണ്. ദുനിയാവിൻ്റെ രസങ്ങൾ അവർക്ക് വേണ്ട, ദുനിയാവിൻ്റെ ഇക്കിളിപ്പെടുത്തുന്ന സുഖങ്ങൾ അവർക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. അവരാഗ്രഹിച്ചത് അല്ലാഹുവിൻ്റെ സ്വർഗമാണ്, അവരാഗ്രഹിച്ചത് പരലോകത്തിൻ്റെ രക്ഷയാണ്.